ബീച്ചാണ്, ചെന്നൈ മറീന ബീച്ച്. കാണുന്നുണ്ടാവില്ലേ? വളരെ വളരെ അകലെയാണ് കടലുള്ളത്. അങ്ങോട്ട് പോവുകയാണ്. കച്ചവടക്കാർ വളരെ തിരക്ക് പറയുന്നത്, കച്ചവടക്കാരൊക്കെ പറയുന്നത്. ഒരു ഇതാണ് ലേഡിയാണ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ജ്യൂസ് இருக்குதா? அங்கே என்னது? കാണാൻ നല്ല കാഴ്ചയാണ്, ലുക്കാണ്. പക്ഷെ പകൽ വന്നാൽ ചൂട് കൊണ്ട് മരിക്കും, അത്രയും ചൂടാണ് പകൽ. ഇപ്പം നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ബീച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണലായതുകൊണ്ട് നടന്ന് വളരെ മണലിൽ കാല് ആഴ്ന്നു പോകും. മനസ്സിലായില്ല? കുറേ കച്ചവടക്കാരൊക്കെ കച്ചവടം നിർത്തി പോയിരിക്കണം. എന്താണെന്നറിയില്ല. വളരെ ദൂരത്തുനിന്ന് വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തുകാർ കുറവാണ്. ഇവിടുത്തുകാർ കച്ചവടക്കാർ മാത്രമേ ഇവിടുത്തുകാരുള്ളൂ. ഈ ബീച്ചിനോടനുബന്ധിച്ച് ചേരികളുണ്ട് പ്രദേശത്ത്, മെയിൻ റോട്ടിൽ. ചേരികളെന്ന് പറഞ്ഞാൽ വളരെ ചേരികൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് ചീട്ട് കളിക്കുന്ന അതൊക്കെ ഞാൻ കണ്ടു. ചിലപ്പോൾ അപകടം സംഭവിച്ചാലെന്നും പറഞ്ഞാൽ ഗതി കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. മനസ്സിലായി? ചില സ്ത്രീകൾ ഭാര്യ ഭർത്താക്കന്മാരാണ് തോന്നുന്നത്, മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കച്ചവടം നിർത്തി പോയ ആളാണ്. അല്ല, ഇത് കാശ് കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയാണിത്. നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിൽ ഇതാണ് തിരിയുന്ന കണ്ട ഇത്. എന്നാ ഇന്നേക്ക് ആളുകൾ കമ്മിയാ? ഞാൻ വ്ളോഗർ. അപ്പോൾ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് അണ്ണാ സ്ക്വയർ പോലീസ് സ്റ്റേഷൻ്റെ
പോലീസ് അഭ്യർത്ഥിക്കുകയാണ്. കണ്ടില്ലേ, ആളുകളൊക്കെ ഉണ്ടാവും, കയ്യിൽ ബ്ലേഡൊക്കെ വെച്ചിട്ട്, ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരടുത്തൂടെ വന്നു കഴിഞ്ഞാൽ പാൻറ്റിലോ ഷർട്ടിലൊക്കെ ഉള്ള വസ്തുവകൾ, പൈസകളൊക്കെ മുറിച്ചെടുക്കും. നമ്മളറിയുന്നല്ല. ബീച്ചെടുക്കാറായി. എന്തൊരു പ്രകൃതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യം, സൗന്ദര്യമല്ലല്ലോ, സൗന്ദര്യം. അവിടെ മീൻ പൊരിച്ചതുണ്ട്. ഇവിടെ മീൻ പൊരിച്ചതുണ്ട്. എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മീനാ തോന്നുന്നു. ഞാൻ ബ്ലോഗറാണ്. അതിൽ തന്നെ അല്ല, ഒരു അയിലക്ക് 60 രൂപയാണ് പൊരിച്ച് നോക്കില്ല. ഇല്ല എന്നാ അത് വ്ളോഗർ, യൂട്യൂബർ. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയ ആളുകളാണ് ഇവരൊക്കെ. ബീച്ച് കണ്ടില്ലേ, ഇതെല്ലാം ബീച്ചാണ്. ഇതാണ് ചെന്നൈ വളരെ പ്രശസ്തമായ, ലോക പ്രശസ്തമായ മറീന ബീച്ച്. കണ്ടില്ലേ, വളരെ അങ്ങകലെ ലൈറ്റുകൾ കാണുന്നത് കപ്പൽ ഷിപ്പാണെന്നാണ് തോന്നുന്നത്. വളരെ അങ്ങകലെ ഷിപ്പാണെന്നാണ് തോന്നുന്നത്. പറ്റിയ സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ. ിരുന്നു അപ്പോൾ ആൾ കുറഞ്ഞതായിരിക്കും. ഇന്ന് മഴയുണ്ട് എന്ന് പറഞ്ഞ ആൾ കുറഞ്ഞതാണ് തോന്നുന്നു. ആളുകൾ ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. ഞാൻ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കൂടുതലുണ്ടാവും, പക്ഷെ നടക്കാൻ വയ്യ. ഇതാണ്ടില്ലേ, കടലിലേക്ക് ആരും ഇറങ്ങിയിട്ടില്ല. രണ്ട് പയ്യന്മാർ ഇതാണ്ട് ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അറ്റത്ത്. മറ്റുള്ളവരൊക്കെ ഭയപ്പെട്ടിട്ട് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുതിരസവാരിക്കുള്ള ആളുകളുണ്ട്. ബീച്ചിലൂടെ കുതിരസവാരി നടത്തുന്ന റൈഡിങ്, ഹോഴ്സ് റൈഡിങ്. എത്ര കാശ് കൊടുത്താലും നമുക്കതിൽ കയറ്റി നമ്മളെ ഇതിലൂടെ കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഇതാണ് മറീന ബീച്ച്.